നമസ്കാരം. ഉത്തരത്തിലേക്ക് സ്വാഗതം. 2024 പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ രാജ്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഒരു സംശയമുണ്ടാകുന്നത് കേരളത്തിൽ ഒരു പാർലമെൻറ്റ് മണ്ഡലം മാത്രമേ ഉള്ളൂ എന്നാണ്. അതായത് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം. തൃശ്ശൂരിൽ മാത്രമാണിപ്പോൾ ഒരുക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഒരുക്കം ആരംഭിച്ചു എന്നല്ല, ഒരുക്കം പൂർത്തിയായി. ഇപ്പോൾ നേതാക്കന്മാരെല്ലാം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2ാം വട്ടം തൃശ്ശൂരിൽ വന്നുപോയി. ഇനിയിപ്പോൾ ഇതാ വൈകാതെ തന്നെ ഒന്നുകൂടി വരുന്നു. തൃശ്ശൂരിൽ രാഷ്ട്രീയ വാഗ്വാദങ്ങളും വെല്ലുവിളികളും ഒക്കെ തന്നെ കൊഴുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുക്കിയാണ് മോദി മടങ്ങിയതെന്ന് വ്യക്തമായിരുന്നു. റോഡ് ഷോയും മോദി ഗ്യാരണ്ടി ഉറപ്പാക്കിയുള്ള പ്രസംഗവുമെല്ലാം വിളിച്ചു പറഞ്ഞത് മറ്റൊന്നല്ല. അതിനെ തുടർന്നാണിപ്പോൾ ഇതാ തിരുവനന്തപുരം പോലും ഈ BJPക്ക് ഇപ്പോൾ വേണ്ടേ എന്നൊരു സംശയം. കേരളത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് BJP നോട്ടമിട്ടിരുന്നത് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്. തൃശ്ശൂരിനേക്കാൾ വലിയ പ്രാധാന്യമാണ് ഒരു സമയത്ത് തിരുവനന്തപുരത്തിന് നൽകിയിരുന്നത്. എന്നാൽ സുരേഷ് ഗോപി തൃശ്ശൂർ അങ്ങ് എടുത്തതോടുകൂടി തൃശ്ശൂരായി മുഴുവൻ ശ്രദ്ധയും. ഏതാണ്ട് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇപ്പോൾ തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണ്. BJPയുടെ കേന്ദ്ര നേതൃത്വം തന്നെ തൃശ്ശൂരിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. സംസ്ഥാന ഘടകത്തിന് കാര്യങ്ങൾ ഏൽപ്പിക്കാതെ BJP കേന്ദ്ര നേതൃത്വമാണ് ഇപ്പോൾ തൃശ്ശൂരിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. UDFിൻ്റെ സ്ഥാനാർത്ഥി TN പ്രതാപനാണ് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ LDFിൻ്റെ സ്ഥാനാർത്ഥി അത് ഘടകകക്ഷിയായ CPIക്കുള്ളതാണ്. CPIയിൽ നിന്ന് മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാറിനാണ് സ്ഥാനാർത്ഥിത്വം വരാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ KP രാജേന്ദ്രൻ്റെ പേരും അവിടെ പറയുന്നുണ്ട്. എന്തായാലും സുനിൽകുമാർ തന്നെയാണ് സാധ്യത കാണുന്നത്. CPI 3ാം സ്ഥാനത്തേക്ക് പോകാതെ നോക്കണം എന്നാണ് ചിലരൊക്കെ പറയുന്നത്. പക്ഷേ എന്തായാലും TN പ്രതാപന് വലിയ സാധ്യതയില്ല എന്നുള്ള രീതിയിലാണ് കാണുന്നത്. കാരണം 2019 ശബരിമല യുവതീ വിഷയത്തിൻ്റെ ആ ഒരു ഒഴുക്കിൽ TN പ്രതാപൻ ജയിച്ചു കയറി. പക്ഷേ മണ്ഡലത്തിൽ വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രതാപന് സാധിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രതാപൻ്റെ പരാജയം ഏതാണ്ട് അവിടെ ഉറപ്പാക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് തൃശ്ശൂർ അങ്ങ് സുരേഷ് ഗോപി എടുത്തുകൊണ്ട് പോകുമോ എന്ന് പലരും സംശയിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ തിരുവനന്തപുരത്തിന് എന്തുകൊണ്ട് പ്രാധാന്യം കുറച്ചു എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസം BJPയുടെ മുതിർന്ന നേതാവ് O രാജഗോപാൽ പറഞ്ഞത് ശശി തരൂരിനെ പരാജയപ്പെടുത്തണമെങ്കിൽ അല്പം പ്രയാസമാണ്. തരൂർ ഇത് 4ാം വട്ടമാണ് തിരുവനന്തപുരം പാർലമെൻറ്റിൽ മത്സരിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നത്. 3 വട്ടവും വളരെ സുഖകരമായിട്ട് തന്നെ ജയിച്ചു പോയി. ഒരു വട്ടം O രാജഗോപാൽ നേരിടുന്ന സമയത്ത് രാജഗോപാൽ വിജയിച്ചു എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയതാണ്. പക്ഷേ തീരപ്രദേശത്തെ വോട്ടെണ്ണിയപ്പോൾ അവിടം തരൂരിന് അനുകൂലമായി മാറി. പക്ഷേ ഇക്കുറി തീരദേശവാസികളുടെ വോട്ടിന് കൂടുതൽ സാധ്യത BJP പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം 2ാം മോദി സർക്കാരിൻ്റെ കാലത്ത് തീരദേശവാസികൾക്ക് കൂടുതൽ ആനുകൂല്യം നൽകി എന്നവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് BJPക്ക് അനുകൂലമായി മാറും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ O രാജഗോപാലിൻ്റെ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന കൂടി വന്നു കഴിഞ്ഞപ്പോൾ തരൂരിനിത് തിരുവനന്തപുരം അങ്ങ് തീരെഴുതി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ BJPക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ തൃശ്ശൂർ അങ്ങ് കൊടുക്കുകയാണോ എന്നൊരു സംശയം. അപ്പോൾ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്കിലേക്കാണോ കാര്യങ്ങൾ പോയതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും തൃശ്ശൂരിൽ നിന്ന് ആയിരിക്കും ഒരുപക്ഷെ BJP ആദ്യ അക്കൗണ്ട് തുറക്കുക എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. തൃശ്ശൂർ, ഒല്ലൂർ, ഇരിങ്ങാലക്കുട മേഖലകളിലെ ക്രൈസ്തവ സ്വാധീനവും നാട്ടിക, മണലൂർ, ഗുരുവായൂർ മണ്ഡലങ്ങളിലെ മുസ്ലിം സ്വാധീനവും എല്ലായിടത്തുമായി പരന്നു കിടക്കുന്ന ഹൈന്ദവ സ്വാധീനവുമാണ്
തെരഞ്ഞെടുപ്പിലെ ഗതി നിർണ്ണയിക്കുന്നത്. സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ ചോർന്നുപോയ മതന്യൂനപക്ഷ പിന്തുണ തിരിച്ചെത്തുമെന്ന് UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. LDFന് അനുകൂലമാകുന്നത് താഴെത്തട്ടിലടക്കം ചിട്ടയായ സംഘടനാ പ്രവർത്തനം, പ്രചാരണത്തിൽ പ്രതീക്ഷിക്കുന്ന മികവ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലനിർത്താനായ സ്വാധീനം എന്നിവയാണ്. UDFന് അനുകൂലമാകുന്നത് മണ്ഡലത്തിൽ നിർണായകമായ ന്യൂനപക്ഷ വോട്ടുകളാണ്. NDAയ്ക്കാണെങ്കിൽ BJPയുടെ വർദ്ധിക്കുന്ന വോട്ട് നില, ന്യൂനപക്ഷ മേഖലകളിൽ അടക്കം ലഭിക്കുന്ന സ്വീകരണവുമാണ്. അതുകൂടാതെ സുരേഷ് ഗോപിയുടെ ഒരു വലിയ ജനപിന്തുണയും തൃശ്ശൂരിൽ BJPക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു. ചുരുക്കത്തിൽ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് കളം ചൂടുപിടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കണ്ടാൽ തോന്നും കേരളത്തിൽ ഒറ്റ പാർലമെൻറ്റ് മണ്ഡലമേ ഉള്ളൂ, അത് തൃശ്ശൂർ തന്നെയാണ് എന്നുള്ളതാണ്. BJP കേന്ദ്ര നേതൃത്വം 6 പാർലമെൻറ്റ് മണ്ഡലമാണ് മനസ്സിൽ കണ്ടിരിക്കുന്നത്. അതിൽ അതിപ്രധാനമായിട്ടുള്ളത് 2ആണ്. മുമ്പ് പറഞ്ഞിരുന്നത് 1 തിരുവനന്തപുരം 2 തൃശ്ശൂർ എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. 1 തൃശ്ശൂർ 2 തിരുവനന്തപുരം ഇത്തരത്തിലാണ് പോകുന്നത്. അപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ അങ്ങ് എടുത്തോണ്ട് പോകുമോ? എടുത്തോണ്ട് പോകാതിരിക്കാൻ കോൺഗ്രസും അതുപോലെ CPIയും എന്ത് ചെയ്യുമെന്നാണ് അറിയേണ്ടത്. CPIയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 4 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലാണ് അവർ മത്സരിക്കുന്നത്. അതിൽ 3 സ്റ്റാർ മണ്ഡലങ്ങളാണ്: വയനാട്, തൃശ്ശൂർ, തിരുവനന്തപുരം. മറ്റൊന്ന് മാവേലിക്കരയാണ്. ഈ 4 ഇടങ്ങളിലും CPI പരാജയം ഏറ്റുവാങ്ങുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കാരണം ഈ 4 മണ്ഡലങ്ങളിലും CPI മത്സരിക്കുമ്പോൾ CPM എന്ന് പറയുന്ന പ്രധാന കക്ഷി പലപ്പോഴും ഈ CPIയുടെ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ ഇറങ്ങാറില്ല. മറിച്ച് അവരെല്ലാവരും തന്നെ തൊട്ടയൽ മണ്ഡലങ്ങളിൽ CPM സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകും. ഇത് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ട CPI നേതാക്കൾ ഇവിടെ മത്സരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടുത്തെ CPM പ്രവർത്തകർ ചിറയിൻകീഴ് മണ്ഡലത്തിൽ പോയി എന്നുള്ളതാണ്. അന്ന് ചിറയിൻകീഴായിരുന്നു, പിന്നീട് അതങ്ങ് ആറ്റിങ്ങലായി മാറി എന്നുള്ളതാണ്. അങ്ങനെ CPIക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് CPI 3-ാം സ്ഥാനത്ത് എത്തിച്ച ആളാണല്ലോ C. ദിവാകരൻ. അതിക്കുറിയും സാധ്യത CPIക്ക് 3-ാം സ്ഥാനത്തേക്ക് പോകാനുള്ളത് തന്നെയാണ് കാണുന്നത്. പക്ഷേ എന്തായാലും നമുക്ക് തൃശ്ശൂരാണ് ഇപ്പോൾ എല്ലാ മത്സരവും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. അവിടുത്തെ കളം ഒരുക്കം കണ്ടു കഴിഞ്ഞാൽ തോന്നും തെരഞ്ഞെടുപ്പ് വളരെ വൈകാതെ തന്നെ തൊട്ടടുത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും തൃശ്ശൂരിലെ മത്സരമാണ് കാണേണ്ടത്. ഈ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടല്ലോ, അതുതന്നെയാണ് തൃശ്ശൂരിൽ ഉണ്ടാകാൻ പോകുന്നത്.